ഇസ്രായേലി ബന്ധികളെ മോചിപ്പിച്ചതിനു പിന്നാലെ ഗാസയിൽ ഹമാസും അവരുടെ എതിരാളികളും തമ്മിൽ അധികാരത്തിനായുള്ള രൂക്ഷമായ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. 2 വർഷത്തിലേറെ നീണ്ടുനിന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ US മധ്യസ്ഥതയിലുള്ള സമാധാന കരാർ നടപ്പിലാക്കിയതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. ഹമാസ് സുരക്ഷാ സേനയും ആയുധധാരികളായ ഗോത്ര അംഗങ്ങളും തമ്മിൽ ഗാസ സിറ്റിയിലാണ് വെടിവയ്പ് നടക്കുന്നത്. എന്തിനാണ് വെടിവയ്പ്? ആർക്കാണ് ഗസയിൽ മുൻതൂക്കം? ആരാണ് ഗസ ഭരിക്കേണ്ടത് എന്നുള്ളതാണ് അടി നടക്കുന്നത്. ഡഗ്മഷ് ഗോത്രത്തിലെ അംഗങ്ങളും ഹമാസ് സുരക്ഷാ സേനയും തമ്മിലാണ് വെടിവയ്പ് ഉണ്ടാവുന്നത്. ജോർദാനിയൻ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് മുഖംമൂടിധാരികളായ ഹമാസ് സൈനികർ ഗോത്ര അംഗങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. ആയുധധാരികളായ ഗോത്ര സംഘത്തെ പിടികൂടിയെന്ന് ഹമാസിന്റെ ആഭ്യന്തര മന്ത്രാലയ പ്രതിനിധി വിശദമാക്കിയെന്ന് BBC അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. 19 ദുഗ്മുഷ് വംശജരും 8 ഹമാസ് ഭീകരരും കൊല്ലപ്പെട്ടതായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. അതായത് തമ്മിൽ തല്ലിയും കൊന്നും തിന്നുമൊക്കെയാണ് ഈ തീവ്രവാദി കൂട്ടങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. 6-ാം നൂറ്റാണ്ടിലെ സംസ്കാരം തലയിൽ പേറുന്ന ആ കാടത്തം തലയിൽ കൊണ്ടു നടക്കുന്ന ഈ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള ആളുകൾ ഹമാസ് പോരാളികളാണെന്നും സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നും ഗസയിൽ അവർ നടത്തുന്നത് പ്രതിരോധമാണെന്നും ഇസ്രായേൽ നടത്തുന്ന വംശീയ ഉന്മൂലനത്തിനെതിരായുള്ള സ്വാതന്ത്ര്യ സമരമാണെന്നും ഒക്കെ ഇരുന്നു പറയുന്നത്. ഹമാസ് എന്നത് തീവ്രവാദികളാണെന്ന് മനസ്സിലാക്കാൻ ഇസ്രായേലിന്റെ സൈന്യം മാറി മണിക്കൂറുകൾക്കുള്ളിൽ ഇവർ തമ്മിൽ തല്ലി ചാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2 വർഷത്തിലേറെയായി ഇസ്രായേൽ അധിനിവേശത്തിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ഗാസ നിവാസികളെയും ഈ ഏറ്റുമുട്ടലുകൾ ഗുരുതരമായി ബാധിച്ചു കഴിഞ്ഞു. ഇരുവിഭാഗങ്ങളും തമ്മിൽ നിരന്തരമായി വെടിവയ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പലരും വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു നാട്ടുകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തവണ ആളുകൾ ഇസ്രായേലി ആക്രമണങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നില്ല, അവർ സ്വന്തം ആളുകളിൽ നിന്നും ഓടിപ്പോവുകയായിരുന്നു എന്നാണ്. ഹമാസും ദുഗ്മുഷ് വംശവും തമ്മിൽ ദീർഘകാലമായി വൻ ശത്രുതയിലാണ്. ഇതിന് പുറമെ ഹമാസ് വിരുദ്ധരായ സാധാരണക്കാരായ ഫലസ്തീൻ ജനതയെയും ഹമാസ് എണ്ണം പറഞ്ഞു പിടിച്ചു കൊന്നൊടുക്കുന്ന വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഗസയിൽ ഹമാസിനെതിരെ തെരുവിലിറങ്ങിയ സാധാരണക്കാരായ ഫലസ്തീനികളെ കുറിച്ച്. ഹമാസ് ഇവിടെ നിന്ന് പോകണമെന്നും ഫലസ്തീൻ സ്വതന്ത്രമാകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹമാസ് നടത്തിയ യുദ്ധത്തിനെതിരെ നിരവധി ഫലസ്തീനികൾ രംഗത്ത് വന്നിരുന്നു. ഹമാസിനെ എതിരെ സംസാരിച്ച ഓരോ ഫലസ്തീനികളെയും കണ്ടുപിടിച്ച് കൊന്നുകളയുക എന്ന രീതിയിലേക്കാണ് ഹമാസ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന വീഡിയോയും കഴിഞ്ഞ ദിവസം വന്നു. നിയമവിരുദ്ധരെയും ഇസ്രായേലുമായി സഹകരിക്കുന്നവരെയും നീക്കം ചെയ്യുമെന്നും ഹമാസ് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ച പ്രദേശങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് അവരുടെ സായുധ സംഘങ്ങളോട് ആവശ്യപ്പെട്ടതായി പറയപ്പെടുന്നു. ഇത് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. തിങ്കളാഴ്ച പുറത്തു വന്ന വളരെ അസ്വസ്ഥമായ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളിൽ പൊടി നിറഞ്ഞ ഒരു തെരുവിൽ കൈകളൊക്കെ പിന്നിൽ കെട്ടിയിട്ട് 7 പുരുഷന്മാർ മുട്ടുകുത്തി നിൽക്കുന്നത് കാണാം. അവരുടെ പിന്നിൽ മുഖംമൂടി ധരിച്ച ആയുധധാരികളായ ഹമാസ് തീവ്രവാദികളും കൈയടിച്ച് ഫുട്ബോൾ മാച്ച് കാണുന്ന പോലെ നിരവധി ഫലസ്തീനി കാഴ്ചക്കാരും. തീവ്രവാദികൾ ഈ സാധാരണക്കാരുടെ തലയിലേക്ക് വെടിയുതിർക്കും. ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പാക്കുകയാണ്. ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദി കൂട്ടം അവരുടെ തനി സ്വരൂപം കാണിക്കുകയാണ്. ഹമാസിനുള്ളിൽ തന്നെ ഗോത്രങ്ങളുമായി വെടിവെപ്പ്. ഗസയെ ഉറുക്കുമുഷ്ടിയോടെ ഭരിക്കുന്ന ഈ 6-ാം നൂറ്റാണ്ട് തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ കിടന്ന് ജയ് വിളിക്കുന്നത്. ഗാസ മുനമ്പിലെ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹമാസ് ഉദ്യോഗസ്ഥരും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങളുടെ സൈന്യം നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് പറയുന്നത്. ഏതൊരു സായുധ പ്രവർത്തനത്തെയും നേരിടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. സമാധാന കരാറിൽ ഒപ്പുവെച്ചതോടെ ഇസ്രായേലുമായുള്ള 2 വർഷത്തെ ഏറ്റുമുട്ടലിൽ ദുർബലമായ ഹമാസ് ഇപ്പോൾ ഗാസ മുനമ്പിന്റെ നിയന്ത്രണം കൈക്കലാക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ്. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചനയും നൽകിയിരുന്നു. ആക്രമണങ്ങളിൽ 10,000-കണക്കിന് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഏകദേശം 2 ദശലക്ഷം വരുന്ന ഗാസ ജനസംഖ്യയുടെ 90% പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചതെന്ന് ഇപ്പോൾ വ്യക്തമാവുന്നുണ്ടല്ലോ. ഹമാസിനിൽ നിന്നും ഫലസ്തീനെ പൂർണ്ണമായി മോചിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ മാത്രമല്ല ഫലസ്തീനിലെയും ഗസയിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം കൂടിയായി മാറുകയാണ്. ഈ തീവ്രവാദികളുടെ മുന്നിൽ എത്ര നാൾ ഇങ്ങനെ തലയും കുനിച്ച് ജീവിക്കേണ്ടി വരും? മുമ്പ് 2005-ൽ ഗസയിൽ നിന്നും ഇസ്രായേൽ സമ്പൂർണ്ണമായി പിൻവാങ്ങിയപ്പോൾ ഹമാസിന്റെ ആദ്യത്തെ പണി എന്തായിരുന്നു അറിയാമോ? ഫത്ത പാർട്ടിക്കാരെ തലങ്ങും വിലങ്ങും കൊന്നു തള്ളുകയായിരുന്നു, ആട്ടി ഓടിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന പരിപാടി. അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോഴും നടക്കുന്നത്. ഇസ്രായേൽ സൈന്യം കുറച്ചൊന്ന് പിന്നോട്ട് പോയപ്പോഴേക്കും തുരങ്കത്തിൽ നിന്നും സകല ഹമാസ് ജന്തുക്കളും പുറത്തു ചാടി.
മൂടിക്കെട്ടിയ കണ്ണുകളും തോക്കുമായി ഗസക്കാരുടെ നെഞ്ചത്താണ് ഇവർ ഈ വെടി പൊട്ടിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ എന്നൊന്നും കണ്ട് അടങ്ങിയിരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഹമാസിനെ പോലെ തീവ്രവാദികൾ തുരങ്കങ്ങൾ വീണ്ടും സജീവമാക്കുകയും അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്താൽ ഇവർക്ക് മനംമാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന് അതൊരു ഭീഷണിയായി നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് പണി വരുന്നുണ്ട് എന്ന് മാത്രമാണ് മനസ്സിലാക്കേണ്ടത്. അത് എപ്പോൾ, എങ്ങനെയെന്ന് മാത്രമാണ് അറിയേണ്ടത്.